work that you are in is molding the systems, like molding the MSMEs or molding the companies. So when you face a challenge or when you face a restriction or a resistance, so how do you work on them? Like what is your plan of action in them? Yes. Actually, the restriction comes from the owner himself sometimes. That is, ഇത് നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലല്ലോ മാഡം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല, ഐ ആം ഹാവിങ് സം ട്രബിൾ, മൈ ടീം ഇസ് നോട്ട് ഗുഡ്. സം പീപ്പിൾ മൈറ്റ് ഡ്രോപ്പ് ഡൗൺ അറ്റ് ദാറ്റ് ലെവൽ, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു മോട്ടിവേറ്റ് ഹിം. ഇതിൻ്റെ ഒരു ബിഗർ പിക്ചർ, അതായത് അവരെപ്പോഴും ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ടൊന്ന് ചിന്തിക്കാൻ അയാളെ കൈപിടിച്ച് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ഈവൻ ദോ സംടൈംസ് ഹി ഈസ് മോട്ടിവേറ്റഡ് ആൻഡ് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിലും ബിക്കോസ് ഓഫ് ഹിസ് ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് ഓർ ബിക്കോസ് ഓഫ് ദി അതർ physical conditions he might not be able. In that case we actually lose that client. അല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് അവിടെ വേറെ അതിനകത്ത്, ബിക്കോസ് ഇറ്റ് ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഞാൻ അയാളുടെ സപ്പോർട്ടും കൂടി, അയാളുടെ വിഷനിലേക്കാണ് നമ്മൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരു IPOയിലേക്ക് പോകണം, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എനിക്കൊരു വെഞ്ചർ ക്യാപിറ്റൽ വരണം, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരണം, അല്ലെങ്കിൽ എനിക്കൊരു ഫണ്ടിങ് വേണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മളൊന്ന് വരച്ച് കാണിക്കാനും ആ ആഗ്രഹത്തിലേക്ക് എത്താനുള്ളൊരു റോഡ് മാപ്പും അതിനൊരു കൈപിടിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ആ വിഷൻ വിട്ടാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ആസ്പെക്റ്റ് ഇല്ല. പക്ഷേ ഡെഫിനറ്റ്ലി വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു വേറെ എന്തെങ്കിലും രീതിയിൽ കുറച്ച് മാസം കഴിയുമ്പോൾ സംടൈംസ് ഹി കംസ് ബാക്ക്, ഞാൻ വേറൊരു ഫണ്ട് അറേഞ്ച് ആയിട്ടുണ്ട് മാഡം, അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദർ ആർ പീപ്പിൾ ഹു കം ബാക്ക്. ആൻഡ് സ്റ്റാഫിൻ്റെ എന്നുള്ള റെസിസ്റ്റൻസ് ഇസ് ആക്ച്വലി നമ്മൾ ശരിക്കും ഒരു നല്ലൊരു മീറ്റിംഗ് എല്ലാ സ്റ്റാഫിനെയും വിളിച്ചുകൊണ്ട് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് വി ആർ ഡൂയിങ്, നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് പർപ്പസ്, വാട്ട് ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 5 years, അങ്ങനെ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു സെഷനും, അതുപോലെ ഓണേഴ്സ് തന്നെ അവരുടെ കാര്യങ്ങൾ, എനിക്കിങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ്, നിങ്ങളെല്ലാവരും ഇത്രയും നാളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും വേണം എന്നുള്ള രീതിയിലൊക്കെ അവർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ കൂടെ എപ്പോഴും സ്റ്റേ ചെയ്യാൻ റെഡി ആയിരിക്കും. ബാക്കി കുറച്ച് പേരെന്തായാലും കൊഴിച്ചുപോക്ക് ഉണ്ടാവാം, പക്ഷെ എന്നാലും ആ ഒരു കറക്റ്റായിട്ടുള്ള ക്രീമായിട്ടുള്ള അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അത്യാവശ്യ ഘടകങ്ങളായിട്ടുള്ള ഹാർട്ടും ലിവറും ആയിട്ടുള്ള കുറേ പേരൊക്കെ നമ്മുടെ കൂടെ എന്തായാലും ഈ ഒരു അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ വിഷൻ നമ്മളുടെ വിഷനും കൂടി ആയിട്ടൊന്ന് എംബ്രേസ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ജോബ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ പാഷനും എന്താണ്, ഈ ഞാൻ എടുക്കാൻ പോകുന്ന കമ്പനിയുടെ ആറ്റിറ്റ്യൂഡും പാഷനും എന്താണ്, അതുമായിട്ട് ഇതിനെന്തെങ്കിലും ഒരു ബന്ധം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ആ ജോബ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കും. അപ്പം അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ കാണുന്നത്. റെസിലൻസ് ഡെഫിനറ്റ്ലി വരാറുണ്ട്. നമ്മളുടെ ഒരു മീറ്റിങ്ങുകളും ബാക്കിയുള്ളവരെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ അവരെ മോണിറ്റർ ചെയ്യാനും അവരുടെ ആ റെസിലൻസ് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്നും അവരുടെ ആ ഒരു പവർ ചിലപ്പോൾ അവരുടെ നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ആ ഒരു ബിഗ്ഗർ പിക്ചർ നമ്മൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇപ്പം ഈ പവർ പോയാലും നാളെ മറ്റ് 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുണ്ട്. ഓട്ടോമേഷനാണ് എപ്പോഴും ഒരു റെസിലൻസ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ജോലി പോകുമോ എന്നുള്ളത് മിക്കവർക്കും ഒരു ഭയമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളിപ്പോൾ ഇതൊരു ദിവസത്തിൽ ഇത്ര എണ്ണല്ലേ ചെയ്യുന്നുള്ളൂ, നാളെ നിങ്ങൾ ഈ കമ്പനിയിൽ ഒരു 50 എണ്ണം വന്നാലും നിങ്ങൾ ഇവിടെ ഒരാളെ വേറെ എടുക്കും, അല്ലെങ്കിൽ ഒരു മെഷീൻ വരും. അതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ ഈ 50 നോക്കുന്നത്, നിങ്ങളുടെ നോക്കൽ ഒന്ന് മാറ്റിയാൽ, നിങ്ങൾ കുറച്ചും കൂടി കമ്പനിക്ക് അനാലിസിസ് പരമായിട്ട് തെറ്റുകൾ മാത്രം നിങ്ങൾ നോക്കി കറക്റ്റ് ഫ്ലാഗ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടെ ഈ പൊസിഷൻ പോവാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും അവരെന്താണോ അവരുടെ ബുദ്ധിമുട്ടുകളെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ നമ്മൾ അവർക്ക് ആ ഒരു ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ റെസിലൻസിനെ കുറച്ചുകൊണ്ട് വരുന്നത്. കുറയ്ക്കാനേ പറ്റുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് വേറെ ലൈഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. അത് പിന്നെയും നമ്മൾ പോയി സംസാരിക്കും. അത് ഒരിക്കലും നമുക്ക് ഫുള്ളി വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല.